നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ കുറച്ചേരം കിടന്നുറങ്ങി. ഉറക്കണീക്കുമ്പോ എല്ലാം മറന്നു കാണുമെന്നാ വിചാരിച്ച്. അല്ല, ഇപ്പോഴും അവൻ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഞാൻ ചെന്ന് സമാധാനപ്പെടുത്താം. ജാനകി, ഞാൻ മനഃപൂർവ്വം അവനോട് ദേഷ്യപ്പെടുവോ? നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞാണെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കടമയില്ലേ നിനക്ക്? അത് ഞാൻ പറയാതിരിക്കുവോ മഹേട്ടാ? അവന്റെ പിണക്കൊക്കെ മാറി. അതോർത്തിനി സങ്കടപ്പെടണ്ട. വാ, വന്ന് ആഹാരം കഴിക്കാം. അവമെല്ലാം കഴിച്ചായിരുന്നു? രാത്രിയിലെ മരുന്ന് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഒക്കെ കൊടുത്തു. വാ, എനിക്ക് ഞാൻ ആദ്യം എന്റെ മോനെ ഒന്ന് കണ്ട് സോറി പറയട്ടെ. അച്ഛാ, അച്ഛൻ എന്താ കഴിക്കാൻ വരാഞ്ഞേ? മുത്തശ്ശി പറഞ്ഞല്ലോ, ഞാൻ അച്ഛൻ ഹോംവർക്ക് ചെയ്തതൊക്കെ തെറ്റിച്ചു ഒക്കെ പൊട്ടയാക്കി, അതുകൊണ്ടാ കഴിക്കാൻ വരാത്തേന്ന്. ആണോ അച്ഛാ? സോറി അച്ഛാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അച്ഛാ. ദേ, ഇത് കണ്ടോ? ഇതെനിക്ക് മുത്തശ്ശി തന്ന ബനാന ഫ്രൂട്ടാ. ഇത് അച്ഛനാ. എവിടെ അച്ഛന്റെ ഹോംവർക്കൊക്കെ? അച്ഛന്റെ ഹോംവർക്കൊക്കെ ഞാൻ ചെയ്തു തരട്ടെ. തെറ്റിക്കൂല. ഷട്ട് ഇട്ടു. മോനെ, ഒരിക്കലും ഞാൻ എന്റെ മോനെ ചീത്ത പറയില്ല. കേട്ടോ കേട്ടോ മോനെ, പ്രോമിസ്. അയ്യേ, അങ്ങനെയല്ല. കുട്ടികളെ ചീത്തയാവാതിരിക്കാനേ പാരന്റ്സ് വഴക്ക് പറയും. അത് കേട്ട് പിണങ്ങുന്ന കുട്ടികളെ ചീത്ത കുട്ടികൾ എന്ന് മുത്തശ്ശി എന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ. അതെ, അച്ഛനും മോനും കൂടി ഇവിടെ ഇരുന്ന് സ്നേഹിക്കണ്ട. രണ്ടുപേരും വാ, മോൻ അച്ഛന്റെ കൂടെ ഇരുന്ന് ഒരു ചപ്പാത്തിയും കൂടി കഴിക്കണം. എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാവോ? എനിക്ക് ഉണ്ണിയപ്പം വേണം. ഒക്കെ തരാം. നല്ല വേദനയുണ്ടോ മുത്തശ്ശ? ഉണ്ട് മോളെ, മാറിക്കോളൂന്നേ. മുത്തശ്ശ, എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിനുള്ള മെയില് വന്നു. അതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ. എപ്പോഴാ ഇന്റർവ്യൂ? മറ്റന്നാള് രാവിലെ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കറിയായിരുന്നു ചേച്ചിക്ക് ഉടനെ തന്നെ ജോലി കിട്ടുമെന്ന്. അതിന് ജോലി കിട്ടിയില്ലല്ലോ, ഇന്റർവ്യൂ അല്ലേ. അതൊക്കെ എന്റെ ചേച്ചിക്ക് തന്നെ കിട്ടും. നോക്കിക്കോ മോളെ, ദൈവം ഒരു കൈ കൊണ്ട് തല്ലിയ മറു കൈ കൊണ്ട് തലോടും. അതങ്ങനെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.